ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് കേട്ടോ. ഒരുപാട് കാലത്തൊരാഗ്രഹം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. രാവിലെ നേരത്തെ എണീറ്റ് ഒരു 5:45 ആയപ്പോഴേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്ന് പോകുന്നത് എൻ്റെ ഹെവി ലൈസൻസ് എടുക്കാനുള്ള പരിപാടിക്കാണ്. തിരൂർ ടെസ്റ്റ് ഗ്രൗണ്ടിൽ എത്താനാണ് പറഞ്ഞിട്ടുള്ളത്. 6 മണിക്ക് എത്താനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങി. നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ. തിരൂരെത്തിയപ്പോഴേക്ക് ഏകദേശം മഴയൊക്കെ കുറഞ്ഞു. പിന്നെ നമ്മൾ തുഞ്ചൻപറമ്പ് റോഡ് വഴി ടെസ്റ്റ് ഗ്രൗണ്ടിലെത്തി. അവിടെ എത്തിയപ്പോഴേക്ക് അത്യാവശ്യം ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു. എല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മുടെ ആൾക്കാരൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ട്രയലിടാനുള്ള ആൾക്കാരൊന്നും എത്തിയിട്ടില്ല. അങ്ങനെ നമ്മളങ്ങനെ അവിടെ പോസ്റ്റായി. പിന്നെ മഴയൊക്കെ തുടങ്ങി. എന്തായാലും ഏത് മഴയത്താണെങ്കിലും നമ്മുടെ ആഗ്രഹത്തിന് മാറ്റങ്ങളോ കാര്യങ്ങൾക്ക് മാറ്റങ്ങളൊന്നും ഇല്ല. അങ്ങനെ അവിടുന്ന് ടെസ്റ്റ് പാസ്സായി. ടെസ്റ്റിൻ്റെ അന്നത്തെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇത് ട്രയലിൻ്റെ സമയത്ത് എടുത്ത വീഡിയോ ആണ്. ഒരു ട്രയലാണ് ശരിക്കും നമുക്ക് അതിൽ ഇൻക്ലൂഡ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടെ എക്സ്ട്രാ വേണമെങ്കിൽ ക്ലാസ് എടുക്കാം. അങ്ങനെ 2 ക്ലാസ്സാണ് ഞാൻ എടുത്തിരുന്നത്. ഇത് ട്രയലിന് സമയത്ത് എടുത്തിരുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ 2 ദിവസങ്ങളിലായിട്ട് പിന്നെ ഓരോ ദിവസങ്ങൾ അവർ അറിയിക്കുന്നതിനനുസരിച്ച് പോയി. അന്നത്തെ ദിവസത്തിനനുസരിച്ച് ട്രയൽ എടുത്തതാണ്. ടീയും പിന്നെ റോഡ് ടെസ്റ്റുമാണ് ഉണ്ടാവുക. അപ്പോൾ അവർ കറക്റ്റായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അതിനനുസരിച്ച് നമ്മൾ എടുത്താൽ മതി. അങ്ങനെ അത് അന്നത്തെ വീഡിയോ ആണ്. അങ്ങനെ ടീ പാസ്സായി. പിന്നെ നമ്മളവിടുന്ന് ഒരു ചായയും സമൂസയും കഴിച്ചു. പിന്നെ റോഡ് ടെസ്റ്റ് നടക്കുന്നത് പറവണ്ണ റോട്ടിലാണ് കേട്ടോ. എല്ലാ കുട്ടികളും സ്കൂൾക്ക് വരുന്ന ടൈമാണ്. 10 മണി തൊട്ട് ഞങ്ങളവിടെ പോസ്റ്റായി. ഒരു 12 മണിയായി വണ്ടി എത്തിയപ്പോൾ. അങ്ങനെ പിന്നെ ബസ്സിൽ കയറി. ബസ്സൊന്നും ഇതേപോലെ 10-35 ആൾക്കാരുണ്ടായിരുന്നു. കൂട്ടത്തിലൊരു ലേഡി ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ജെൻസ് തന്നെയായിരുന്നു. അങ്ങനെ എല്ലാവർക്കും അറിയേണ്ടത് എന്തുകൊണ്ടാണ് നമ്മളിതിൽ വന്നത് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ അംബിഷൻ്റെ പുറത്താണ്, നമ്മളൊരു പാഷൻ എന്നുള്ള രീതിയിൽ ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് വന്നതാണ്. കുറേ കാലമായിട്ടുള്ളൊരാഗ്രഹമാണ് ഹെവി ലൈസൻസ് എടുക്കണം, ബസ് ഓടിക്കണം എന്നൊക്കെ ഉള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ വന്നതാണെന്നൊക്കെ അറിയിച്ചു. അങ്ങനെ പിന്നെ ഇടയിൽ മഴ പെയ്യുന്നുണ്ട്, വെയിൽ വരുന്നുണ്ട്. അങ്ങനെ കട്ട പോസ്റ്റായി. വീണ്ടും ബസ്സിൽ 1 മണിക്കൂറോളം എന്ന് പറഞ്ഞ പോലെ ഇരുന്ന്. അങ്ങനെ നമ്മൾ കുറേ പാട്ടൊക്കെ കേട്ട് അങ്ങനെ ഇരുന്നു. പിന്നെ MD ഓഫീസർ വന്ന് ടെസ്റ്റുകൾ തുടങ്ങി. ഇത് ഞാൻ ട്രയലിൻ്റെ സമയത്ത് റോഡ് ടെസ്റ്റിൻ്റെ ആണ് കേട്ടോ. അല്ലാതെ അന്നത്തെ വീഡിയോ അല്ല, ടെസ്റ്റിൻ്റെ സമയത്തെ വീഡിയോ അല്ല. അവിചാരിതമായിട്ട് നമ്മൾ ഡ്രസ്സ് രണ്ടും ഒരേപോലെ ആയി എന്നുള്ളതേ ഉള്ളൂ. ട്രയലിൻ്റെ സമയത്തും പിന്നെ ടെസ്റ്റിൻ്റെ അന്നും. അങ്ങനെ പിന്നെ മാഷാ അല്ലാഹ് അതിലും പാസ്സായി. അൽഹംദുലില്ലാഹ്. റോഡ് ടെസ്റ്റും പാസ്സായതിന് ശേഷം പിന്നെ നമ്മൾ വണ്ടി പറവണ്ണ പാർക്ക് ചെയ്തിട്ടായിരുന്നു പോയിരുന്നത്. അവിടുന്ന് പിന്നെ വെള്ളമൊക്കെ വാങ്ങിയിട്ട് കുടിച്ച് ഞാനിങ്ങനെ പോന്നു. അപ്പോൾ ഏതായാലും ഒറ്റയ്ക്ക് വന്നാണ്. പറവണ്ണ അടുത്ത് തന്നെ ബീച്ചും ഉണ്ടല്ലോ. അങ്ങനെ അവിടെ ഉണ്ണിയല്ലി ബീച്ചിലൊന്ന് പോയി കുറച്ച് സമയം അവിടെ പോയി നിന്നു. ആദ്യമായിട്ടാണ് ബീച്ചിലേക്ക് ഒറ്റയ്ക്ക് വരുന്നത്. എന്നും വരുമ്പോൾ ഫാമിലിയോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ അല്ലെങ്കിൽ കസിൻസോ ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ശക്തമായ മഴയും ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ശക്തിയിലുള്ള തിരമാലയാണ് അടിക്കുന്നത്. നല്ല പേടിപ്പെടുത്തുന്ന ശബ്ദവും കാഴ്ചകളുമായിരുന്നു. അപ്പോൾ വല്ലാണ്ട് അവിടെ ഒറ്റയ്ക്ക് നിൽക്കാനുള്ളൊരു ഇത് തോന്നിയില്ല. നട്ടുച്ചയാണ് കേട്ടോ സമയം ഇപ്പോൾ. പക്ഷേ കാലാവസ്ഥ അങ്ങനെയാണല്ലോ അപ്പോൾ. അങ്ങനെ പിന്നെ തിരിച്ച് കാറിൽ കയറിയിട്ട് പിന്നെ ഞാനൊരു ഫ്രൂട്ടിയും പൂള ചിപ്സൊക്കെ കഴിച്ചു. കാരണം ഫുഡൊന്നും കഴിച്ചിട്ടില്ല. രാവിലെ പോകുന്നതുകൊണ്ട് തന്നെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ജീവിതത്തിലൊരു സ്വപ്നം നേടിയെടുത്തതിൻ്റെ സന്തോഷത്തിൽ ഞാൻ തിരിച്ചു പോന്നു കേട്ടോ. 2 മണിയായി അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.